2020 ക്രിക്കറ്റിനെ കുറിച്ചല്ല, കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ പ്രകമ്പനം സൃഷ്ടിച്ച ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്ത് കിറ്റക്സ് എന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ സഹായത്തോടെ 2015 ഒരു ഭരണ അട്ടിമറി നടക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി 2020 ഒരു പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. കിറ്റക്സ് കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടായിരുന്നു ഈ പാർട്ടിയുടെ സാമ്പത്തിക പിൻബലം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്വന്തം നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി 19 17 സീറ്റിൽ വിജയം നേടി ശ്രീ സാബു എൻ ജേക്കബ് കേരള രാഷ്ട്രീയത്തിൽ വലതിടത് പാർട്ടികൾക്ക് നൽകിയ അപ്രതീക്ഷിത പ്രഹരമായിരുന്നു. എന്നാൽ ഇവിടെ 2024 വന്നു നിൽക്കുമ്പോൾ വിളിച്ചു പറയാൻ ഒരുപാട് ഭരണ നേട്ടങ്ങളാണ് 2020 ഉള്ളത്. തട്ടിക്കൂട്ടി 4 ചുമരിനുമേൽ ഒരു മേൽക്കൂര എന്ന ഗവൺമെന്റ് നിർമ്മിക്കുന്ന ലക്ഷം വീട് കോളനികൾ കണ്ടു ശീലിച്ച നമ്മുടെ മുന്നിലേക്ക് ആഡംബര വില്ലകൾക്ക് സമാനമായ ഭവനങ്ങൾ സാധാരണക്കാർക്ക് നൽകി മൊത്തം ഗവൺമെന്റ് സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് 2020 തങ്ങളുടെ വരവറിയിച്ചു. ആ ഗോഡ്സ് വില്ലയിൽ എല്ലാവർക്കും കാണപ്പെട്ട ദൈവമായി മാറി ശ്രീ സാബു എൻ ജേക്കബ്. മികച്ച റോഡുകൾ, വ്യവസായ സൗഹൃദ പഞ്ചായത്ത്, അഴിമതിയില്ലാത്ത പഞ്ചായത്ത് ഓഫീസ്. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയർ ഹൗസ് ഉള്ളത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കിയത്. നിലവിലെ ഇടതുപക്ഷ MLA ശ്രീനിജനും അദ്ദേഹത്തിന്റെ അനുഭാവികളും സാബു എൻ ജേക്കബിനെതിരെ പല ആരോപണങ്ങളുമായി വന്നു. ഭരണ നേട്ടങ്ങൾക്ക് മുന്നിൽ സാധാരണക്കാർക്ക് അതൊക്കെ കേവലം അപവാദങ്ങൾ ഉന്നയിക്കൽ മാത്രമായി മാറി. നാളെ നടക്കും എന്ന് പറയുന്ന മോഹന വാഗ്ദാനങ്ങളെയല്ല, കാര്യങ്ങൾ നടത്തിക്കൊടുത്താണ് 2020 ജനങ്ങളുടെ പ്രീതി ഏറ്റുവാങ്ങിയത്. അത് തന്നെയായിരുന്നു ഓരോ തവണ ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറിയത്. പക്ഷേ നിലവിൽ 2020 ആ തിളക്കമുണ്ടോ? ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2020 ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 158 ദിവസങ്ങൾ. 2020 സാധാരണക്കാരനെ ആകർഷിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ചതാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് CPM മുൻകൈയെടുത്ത് അടപ്പിച്ചതാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ. സാധാരണക്കാരന് ഒരു ആശ്വാസമായ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയതിൽ CPM എന്ത് നേടി എന്ന ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പക്ഷേ ആ തീരുമാനം ഇലക്ഷൻ സമയത്ത് കൃത്യമായി ഉപയോഗിക്കുവാനുള്ള രാഷ്ട്രീയ ബുദ്ധി 2020 ഇല്ലാതെ പോയി. ഇലക്ഷന് പ്രതീക്ഷിച്ച വോട്ടിംഗ് ശതമാനം ഉണ്ടാക്കാൻ 2020 ആയില്ല. തങ്ങളുടെ ആനുകൂല്യം കൈപ്പറ്റി മറ്റാർക്കൊക്കെയോ വോട്ടുകൾ ചെയ്തു കുന്നത്തുനാട്. കിഴക്കമ്പലം നിവാസികൾ 2020 ചതിച്ചതാണോ? ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾക്ക് പകരം അബദ്ധങ്ങൾ എഴുതിയുണ്ടാക്കിയ പ്രകടന പത്രികയാണോ തിരിച്ചടിയായത്? ആം ആദ്മി പാർട്ടിയുമായി ലയിച്ച് പിന്നീട് പിളർന്ന ആ രാഷ്ട്രീയ തീരുമാനമാണോ തിരിച്ചടിയായത്? ഒന്നിനു പുറകെ ഒന്നൊന്നായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് പെട്ടെന്ന് സാബു എൻ ജേക്കബ് മൗനിയായതാണ്. ഇനി ഈ പറയാത്ത അജ്ഞാതമായ മറ്റെന്തെങ്കിലും കാരണമാകാം വോട്ടിംഗ് ശതമാനം കൂടാതിരിക്കാൻ കാരണം. നിലവിൽ ഊർവശി ശാപം ഉപകാരം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഏകദേശം പകുതി വിലയിൽ സാധാരണക്കാരന് നിത്യോപക സാധനങ്ങൾ ലഭിച്ചിരുന്നത് CPM മുൻകൈയെടുത്ത് പൂട്ടിച്ചപ്പോൾ ജനങ്ങളുടെ ആ വെറുപ്പ് രാഷ്ട്രീയപരമായി 2020 ഗുണകരമായി. അതുപോലെ തന്നെ ആ ഒരു കാരണത്തിന്റെ മറപറ്റി നഷ്ടം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ചുളുവിൽ അടച്ചുപൂട്ടാൻ സാബു എൻ ജേക്കബിന് സാധിച്ചു എന്നത് പരമമായ രഹസ്യമാണ്. ഈ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുമോ എന്നതിൽ വ്യക്തമായ ഒരു സൂചനയും ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. നിലവിൽ സൂപ്പർ മാർക്കറ്റിനടുത്ത് കെട്ടിയ മത്സ്യമാംസ ഷെഡുകൾ പൊളിച്ചു മാറ്റി പതിയെ സൂപ്പർ മാർക്കറ്റും അപ്രതീക്ഷിതമാകുമോ? തന്റെ കുറെ വ്യവസായങ്ങളെ തെലങ്കാനയിലേക്ക് പറിച്ചു നട്ട ശ്രീ സാബു എൻ ജേക്കബ് ഇനി 2020 നാട് കടത്താനായിരിക്കുമോ പദ്ധതിയിടുന്നത്?